ദജ്ജാൽ ഭൂമിയിൽ മുഴുവനും ചുറ്റിക്കറങ്ങും. 3 ഹറമുകളിൽ കാലെടുത്ത് വെക്കാൻ കഴിയില്ല. പരിശുദ്ധ മക്കയിലും മദീനത്തും ഒരു റിവായത്തിൽ ബൈത്തുൽ മുഖദ്ദസിലും അവിടെയെല്ലാം മലക്കുകൾ പാറാവുകാരായി ആ ഹറമുകളെ സംരക്ഷിക്കുമെന്ന് ഹദീസിൽ വരുന്നുണ്ട്. നോക്കൂ, ദജ്ജാൽ ഭൂമിയിലൂടെ കറങ്ങി ഫിത്നകൾ നടപ്പിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന സമയത്ത് 3ാമത്തെ അടയാളം അതാ പുലരുന്നു. അത് നുസൂലു ഈസാ ഇബ്നു മറിയമ, മറിയമിന്റെ പുത്രൻ ഈസാ നബിയുടെ ആഗമനമാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യൻസിലു ഈസാ ഇബ്നു മറിയമ ഇൻദൽ മനാറത്തിൽ ബൈളാ ശർഖിയ ദിമഷ്ക, ഡമാസ്കസ് പട്ടണത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള മസ്ജിദിന്റെ വെളുത്ത മുനാരത്തിൽ ഈസാ നബി ഇറങ്ങും. വാലിഅൻ കഫൈഹി അലാ അജ്നിഹത്തി മലക്കൈൻ, 2 മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. 2 മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ട് അതാ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങുകയാണ്. ആ പള്ളി ഇപ്പോൾ നിലവിലുണ്ട് സുഹൃത്തുക്കളെ, ആ പള്ളി ഇപ്പോൾ നിലവിലുണ്ട്. നോക്കൂ, ഈസാ നബി അലൈഹിസ്സലാം പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ സുബഹിയുടെ സമയമാണ്. ഈസാ നബിയെ കാത്തുകൊണ്ട് മുഅ്മിനീങ്ങൾ കാത്തു നിൽക്കുന്നു. ഇമാം മഹദിയും പള്ളിയിലുണ്ട്. ആ സമയത്ത് ഇത് ഉഖീമത്തുസ് സ്വലാത്തു സ്വലാത്തുൽ ഫജ്ർ, ഫജ്റിന് വേണ്ടി നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെടുന്ന സമയം. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഈസാ ഇബ്നു മറിയം ഭൂമിയിലേക്ക് വരുന്നത്. ഖുർആൻ സൂറത്ത് സുഖ്റുഫ് അല്ലാഹു പറയുന്നു 69ാമത്തെ ആയത്തിൽ ഈസാ നബി ലഇൽമുൽ ലിസ്സാഅ, ഖിയാമത്തിന്റെ അടയാളമാണ്. ആ ഖിയാമത്തിന്റെ വിഷയത്തിൽ ഫലാ തംതറുന്ന ബിഹാ, നീ സംശയിച്ചു പോകരുത്. അല്ലാഹു പറയുകയാ വഇന്നഹു ലഇൽമുൽ ലിസ്സാഅ, സാഅത്തിന്റെ ഖിയാമത്തിന്റെ അടയാളമാണ് ഈസാ നബിയുടെ വരവ്. സുഹൃത്തുക്കളെ, അങ്ങനെ സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നു. അവിടെ മഹദിയാണ് ഇമാമത്തിക്കുന്നതെന്നും ഈസാ നബിയാണെന്നും ഒക്കെ റിവായത്തുകളുണ്ട്. ഏതായാലും ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞ് പുറത്തേക്കിറങ്ങും. ആദ്യത്തെ ദൗത്യം അതാ ഈസാ നബിയുടെ ആദ്യത്തെ ദൗത്യം യത്ലുബുഹു, ദജ്ജാലിനെ തേടുകയാണ്. അങ്ങനെ ദജ്ജാലിനെ കണ്ടുമുട്ടുന്നു. ബാബിലുദ്, ബാബിലുദ് എന്ന സ്ഥലത്ത് വെച്ച് ഫയഖ്തുലുഹു, ഈസാ നബി ദജ്ജാലിനെ കൊല്ലുകയാണ്. തോക്കുകൊണ്ടല്ല, വാളുകൊണ്ടുമല്ല, ഹർബത്ത്, ഒരുതരം ചാട്ടുളി. ഈസാ നബി ഉന്നം പിടിച്ചിട്ട് ദജ്ജാലിനെ എറിയും. നോക്കൂ, ഈസാ നബിയെ കാണുമ്പോ ഉപ്പുരുകുന്നത് പോലെ ഉരുകുമെന്ന് ഹദീസിലുണ്ട്. ദജ്ജാൽ ഉരുകും, വലിയ ശബ്ദത്തോടുകൂടി ആക്രോശത്തോടുകൂടി മറിഞ്ഞു വീഴും. എന്നേക്കുമായി ദജ്ജാൽ എന്ന ഫിത്ന അല്ലാഹു അവസാനിപ്പിക്കുകയാണ്. ഇനി ലോകം ഈസാ നബിയുടെ കരങ്ങളിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യൂഷികു അൻ യൻസില ഫീകും ഇബ്നു മറിയമ ഹകമൻ അദ്ലാ, നീതിമാനായി ഭരണാധികാരിയായി മറിയമിന്റെ പുത്രൻ ഈസാ യേശു നിങ്ങളിലേക്ക് വരാൻ അടുത്തിരിക്കുന്നു. ഈസാ നബി വന്നാൽ യക്സറു സ്വലീബ്, കുരിശുകൾ പൊട്ടിച്ചു കളയും. ഈസാ നബി വന്നു കഴിഞ്ഞാൽ യഖ്തുലുൽ ഖിൻസീർ, പന്നികളെ കൊന്നുകളയും. യലഉൽ ജിസിയ, ഇനി ജിസിയ കാണുന്നതല്ല. ഈസാ നബി വന്നു കഴിഞ്ഞാൽ കാശും പണവും ഒന്നും കൊടുത്ത് ജീവിക്കാൻ പറ്റൂല. രണ്ടാലൊന്ന്, ഒന്നുകിൽ പരിശുദ്ധ ദീൻ സ്വീകരിക്കുക. കണ്ടോ സുഹൃത്തുക്കളെ, അവിടെ ഒത്തുതീർപ്പിനും അഡ്ജസ്റ്റ്മെന്റിനൊന്നും ഈസാ നബി തയ്യാറാവൂല. എന്താ ഈസാ നബി അലൈഹിസ്സലാം കുരിശ് തകർക്കുന്ന അറിയോ? എന്താ സുഹൃത്തുക്കളെ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ കുരിശേ ഏറ്റവും വലിയ മൗഢ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. മഹാനായ ഈസാ നബിയെ കുരിശിൽ തറച്ചു, ഈസാ നബിയെ ഉയർത്തി എന്നൊക്കെ വിശ്വസിക്കുന്നത് ഏറ്റവും വലിയ മൗഢ്യമാണ് സുഹൃത്തുക്കളെ. കാരണം പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ടും ഖുർആനിൽ കാണാം, ഈസാ നബിയെ ജൂതന്മാർ കുരിശിൽ തറച്ചിട്ടില്ല. അല്ലാഹു പറയുകയാണ്, വമാ ഖതലൂഹു യഖീനാ
ഉറപ്പായിട്ടും ജൂതന്മാർ ഈസാ നബിയെ കൊന്നിട്ടില്ല. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, അല്ലാഹു ഈസാ നബിയെ അവനിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അതിനു മുമ്പ് അല്ലാഹു പറയുന്നു, വമാ ഖതലൂഹു വമാ സ്വലബൂ, ജൂതന്മാർ ഈസാ നബിയെ കൊന്നില്ല, കുരിശിന്മേൽ തറച്ചിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് തിരിച്ചറിയാതാക്കപ്പെടുകയാണ് ചെയ്തത്. എന്താണ് ഈ ആയത്തുകൾ? ഇവിടെ എന്താ സംഭവിച്ചേ? സുഹൃത്തുക്കളെ, ഈസാ നബിക്കെതിരെ പലപ്പോഴും വധശ്രമം ഉണ്ടായി. ജൂതന്മാർ, അന്നത്തെ രാജാവ് ജൂതന്മാരുടെ ഒത്താശയോടുകൂടി ഈസാ നബിയെ കൊല്ലാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ആ സമയത്ത് അല്ലാഹു ബഹുമാനപ്പെട്ട ജിബ്രീലിനെ കൊണ്ട് ഈസാ നബിക്ക് സപ്പോർട്ടും സഹായവും കൊടുത്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഈസാ നബിയും 12 ശിഷ്യന്മാരും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നോക്കൂ, 2 റിവായത്തുകൾ വന്നിട്ടുണ്ട്, 2 റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ആ സരസിലിരുന്ന 12 യുവാക്കളെ നേരെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, അയ്യുക്കും യുൽഖാ ശിബ്ഹി ഫയുഖ്തലു വയുസ്ലബു ഫയദ്ഖുലുൽ ജന്നത മഈ, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ എന്റെ രൂപസാദൃശ്യം സ്വീകരിക്കുന്നത്? അവർ വധിക്കപ്പെടും, കുരിശിൽ തറക്കപ്പെടും, നാളെ സ്വർഗത്തിൽ എന്റെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടും. അപ്പോ ഒരു യുവാവ് പറഞ്ഞു, ഞാൻ അതിന് തയ്യാറാണ്. ഇതാണ് ഒരു റിവായത്ത്. മറ്റൊരു റിവായത്ത്, സുഹൃത്തുക്കളെ, 12 ശിഷ്യന്മാരിൽ ഒരാൾ മുനാഫിക്കായിരുന്നു. ഈസാ നബിയുടെ 12 ശിഷ്യന്മാരിൽ ഒരാൾ മുനാഫിക്കായിരുന്നു, കപടവിശ്വാസിയായിരുന്നു. ആ മനുഷ്യൻ അന്നത്തെ രാജാവിന് ഒറ്റിക്കൊടുത്തു. നോക്കൂ, ജോത പ്രവൃത്തികൾ വരികയാണ് ഈസാ നബിയെ കൊല്ലാൻ. വന്ന സമയത്ത് അല്ലാഹു ഈസാ നബിയെ വാനലോകത്തേക്ക് ഉയർത്തുന്നു. ആ സമയത്ത് ഈ മുനാഫിക്കായ ശിഷ്യന് ഈസാ നബിയുടെ രൂപസാദൃശ്യം അല്ലാഹു ഇട്ടുകൊടുക്കുന്നു. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് തിരിച്ചറിയാതാക്കപ്പെടുകയാണ് ചെയ്തത്. വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻ, ഈസാ നബിയുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ ഈസാ നബിയെ പറ്റി സംശയത്തിലുമാണ്. ഇയാൾ പറഞ്ഞു, ഞാൻ ഈസാ അല്ല, ഞാൻ യേശുവിന്റെ ശിഷ്യനാ, എന്നെ പിടിക്കാതെ. എന്നാ പിന്നെ യേശു എവിടെ? നീ തന്നെയാ ഈസാ. ഈസാ നബിയുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ ഈസാ നബിയുടെ വിഷയത്തിൽ സംശയിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. യേശു ആണോ? ആ യേശു തന്നെ. ഇനി അല്ല പിന്നെ യഥാർത്ഥ യേശു എവിടെ? സുഹൃത്തുക്കളെ, പിടിച്ചങ്ങ് ശരിയാക്കിയെന്നാണ്. പിടിച്ചങ്ങ് ശരിയാക്കി. ഇങ്ങനെ 2 റിവായത്തുണ്ട് കേട്ടോ ഇതിൽ. ഇനിയിപ്പോൾ രണ്ടും വെച്ചിട്ട് നിങ്ങൾ ആശയക്കുഴപ്പമൊന്നും ഉണ്ടാവണ്ട. കാരണം അല്ലാഹു തആല നമുക്ക് അത്രേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അല്ലാഹു ഒരു കാര്യം പറഞ്ഞു. ചിലരൊക്കെ ഉണ്ട് ഖുർആൻ ബൈബിളിന് കോപ്പി അടിച്ചാന്ന് പറയുന്നത്. ഒരു കാര്യം പറഞ്ഞു അല്ലാഹു, 2 സ്ഥലത്ത് അസന്നിഗ്ധമായിട്ട് അല്ലാഹു പറഞ്ഞു, വമാ ഖതലൂഹു വമാ സ്വലബു, കൊന്നിട്ടുമില്ല, കുരിശിൽ തറച്ചിട്ടുമില്ല. ഈസാ നബിയെ കൊന്നിട്ടേയില്ല, ഈസാ നബിയെ കുരിശിന്മേൽ തറച്ചിട്ടേയില്ല. വമാ ഖതലൂഹു യഖീന, ഉറപ്പായിട്ടും ഈസാ നബി അവർ കൊന്നിട്ടില്ല. അല്ലാഹു അവനിലേക്ക് ഉയർത്തി. അല്ലാഹു ഇലൈഹി, അവനിലേക്ക് ഉയർത്തി. ആ ഇല അത് സ്വർഗമാണോ ആകാശമാണോ? നമ്മളെന്തിനാ തർക്കിക്കുന്നേ? അല്ലാഹു ഉയർന്ന സ്ഥാനത്തേക്ക്, ഉപരിലോകത്തേക്ക് ഈസാ നബിയെ കൊണ്ടുപോയി. നോക്കൂ, വികാരങ്ങളും ആഗ്രഹങ്ങളും വിശപ്പും ദാഹവുമില്ലാത്ത ഒരു ലോകത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധരായ രാവും പകലും തസ്ബീഹും തഖ്ദീസും ചൊല്ലുന്ന പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മാലാഖമാരോടൊത്ത് ഈസാ നബി വാനലോകത്ത്, ഉപരിലോകത്ത് കഴിയുകയാ. ഇനി ഈസാ നബി ഇറങ്ങി വരുന്നത് ഖിയാമത്തിന്റെ 3ാമത്തെ അടയാളം. ഈസാ നബി അലൈഹിസ്സലാം, അത് ഞാൻ പറഞ്ഞല്ലോ, ഈസാ നബി അലൈഹിസ്സലാം വന്നാൽ ഈ ലോകം അടക്കി ഭരിക്കും. ഒറ്റ മതമേ കാണുകയുള്ളൂ, ഇസ്ലാം, തൗഹീദ്.
നോക്കൂ എന്തൊരു ബർക്കത്താണ്. ഈസാ നബി ഭരിക്കുന്ന കാലത്ത് കായികനികൾ വർദ്ധിക്കും, അകിടിൽ പാലുകൾ ചൊരത്തും, വിഷജന്തുക്കളും കുട്ടികളും എല്ലാം ആടും ചെന്നായ്ക്കളും ഒന്നിച്ച് മേയും. ഇതൊക്കെ ഈസാ നബി വന്നാൽ നടക്കേണ്ട സംഭവങ്ങളാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം വന്നാൽ അതാ യംകുസു 45 സന. ഇബ്നുൽ ജൗസി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, യൻസിലു ഈസാ ഇബ്നു മർയമ ഇലൽ അർള് വയംകുസു 45 സന വയതസവ്വജു മിൻ അഹ്ലി ബൈതി വയൂലദു ലഹു. ഈസാ നബി ഭൂമിയിലേക്ക് വന്നാൽ 45 കൊല്ലം താമസിക്കും. മറ്റൊരു റിവായത്തിൽ 7 കൊല്ലം എന്ന് വന്നിട്ടുണ്ട്. ഈസാ നബിയെ ഉയർത്തിയത് 33-ാമത്തെ വയസ്സിലാ. ഇനി വന്നാൽ 7 കൊല്ലം, അപ്പോൾ 40 വയസ്സ് പൂർത്തിയാക്കും. ഈ റിവായത്തിൽ 45 എന്നാണ് വന്നിരിക്കുന്നത്. ഈസാ നബി വന്നാൽ വേളി കഴിക്കും, കല്യാണം കഴിക്കും. മിൻ അഹ്ലി ബൈതി, എന്റെ കുടുംബത്തിൽ നിന്ന്. ഉണ്ടോ ഒരു സയ്യിദത്തിനെ നമ്മൾ ബീവി എന്ന് പറയും അല്ലേ? ഈസാ നബി അലൈഹിസ്സലാം ജീവിത പങ്കാളിയാക്കും. യൂലദു ലഹു, മക്കളും ജനിക്കപ്പെടും. ഉണ്ടോ മക്കളും ഉണ്ടാവും. എന്നിട്ട് സുമ്മയമൂത്തു, സ്വാഭാവിക മരണം വരിക്കും, വഫാത്താകും ഈസാ നബി. വയുദ്ഫനു മഈ, റൗളയിൽ പച്ചക്കുബക്കകത്ത് മുത്തുനബിയുടെ ചാരത്ത് കബറടക്കപ്പെടും. ഫഅഖൂമു അന വഈസ, ഞാനും ഈസാ നബിയും എഴുന്നേൽക്കും. ബൈന അബീബക്കർ വ ഉമർ, അബൂബക്കർ ഉമർമാരുടെ ഇടയിൽ ഞങ്ങൾ എഴുന്നേൽക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഒരു സലാത്ത് ചൊല്ലി, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ആരാ ഇതൊക്കെ പറഞ്ഞു തന്ന? ആരാ? മുത്തുനബിയല്ലേ? ഒരുപാട് സലാത്ത് ചൊല്ലണേ. ഈ നാട് നല്ല നാടാവും ഇൻഷാ അല്ലാഹ്. സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചോ. ഈ ചെറിയ വീടൊക്കെ പോയിട്ട് വലിയ 2 നില വീട് വെക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പൊട്ട കാറൊക്കെ മാറ്റിയിട്ട് നല്ല കാറുകൾ വാങ്ങും നിങ്ങൾ ഇൻഷാ അല്ലാഹ്. സ്വലാത്ത് ചൊല്ലിക്കോ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോ ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ വിദേശത്ത് പോയ മക്കൾക്കൊക്കെ നല്ല ജോബ് അല്ലാഹു നൽകും. നല്ല പഠിച്ച് മിടുക്കികളും മിടുക്കന്മാരും ആകും.